ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ നമ്മളൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു, അതായത് നമ്മുടെ ദേപ്പുട്ടില് ദിലീപേട്ടൻ പുട്ടും മാമ്പഴം കൂടി കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. നമുക്കത് കണ്ടപ്പോൾ മുതൽ കഴിക്കാനായിട്ട് ചെറിയൊരു കൊതി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? വായോ. പുട്ടുണ്ടാക്കാനായിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ പറയാം. പുട്ടുപൊടിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുന്നതാണ് പുട്ടിന് നല്ലത്. മിക്സ് ചെയ്ത് വെക്കുന്ന പുട്ടുപൊടി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. മാങ്ങയും തേങ്ങാപ്പീരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. മാങ്ങ അരിയുമ്പോൾ കുറച്ചുകൂടി ചെറുതായി അരിഞ്ഞാൽ കുറച്ചുകൂടി നല്ലത്. പുട്ടുകുടത്തിൽ വെള്ളമൊഴിച്ച് വെള്ളം തിളയ്ക്കാനായി വെക്കാം. വെള്ളം ചൂടായി വരുന്ന ആ ഒരു സമയത്ത് പുട്ടുകുറ്റിയിലേക്ക് പുട്ടുപൊടിയും മാങ്ങയും നിറച്ചു കൊടുക്കാം. ആദ്യത്തെ ലെയർ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ പുട്ടുപൊടിയും. പുട്ടുകുറ്റി ഫുള്ളാവുന്നവരെ ലെയർ ബൈ ലെയറായി നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ അവസാന ലെയറും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. വെള്ളം തിളച്ചു വരുമ്പോൾ പുട്ടുകുടത്തിലേക്ക് പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം. ആവി വന്നു കഴിയുമ്പോൾ നമ്മുടെ മാങ്ങാപ്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ മാങ്ങാപ്പുട്ട് റെഡി. അപ്പൊ ഒരു കഷ്ണം പുട്ടും കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുട്ടും ഒരു കഷ്ണം മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. കൊള്ളാം. കൊള്ളാട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടിന്റെ കൂടെ മാങ്ങയിട്ട് വേവിക്കണേലും നല്ലത് നമ്മൾ നോർമലി പുട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മാങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണ മാങ്ങ കൂടിയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മാങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ മാങ്ങയുടെ കുറച്ച് ഫ്ലേവറും ടേസ്റ്റും പോയ പോലത്തെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. അപ്പം നോർമലി പുട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാങ്ങ കൂട്ടി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റും തോന്നുന്നു. അപ്പം എന്തായാലും കൊള്ളാം, ഇത് ഞാൻ കഴിച്ചിട്ട് വരട്ടെ. അപ്പം അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.